Guys, welcome to Market Analysis video. ഇന്ന് നിഫ്റ്റിയുടെ വീക്ക്ലി എക്സ്പയറി ഡേ ആയിരുന്നു. മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇന്ന് ഫ്ലാറ്റ് ഓപ്പൺ ചെയ്തിട്ട് നല്ലൊരു സെല്ലിങ് മോർണിംഗിൽ തന്നിട്ട് നിഫ്റ്റി ആണെങ്കിൽ ഒരു ഒരു സെല്ലിംഗ് സിങ്ങിന് ശേഷം കംപ്ലീറ്റ്ലി മാർക്കറ്റ് ഒരു സൈഡ് വൈസ് ആയിട്ടാണ് ക്ലോസ് ആയത്. അതായത് 23,350 എന്ന ഇമ്പോർട്ടന്റ് ലെവൽസിൽ തന്നെയാണ് നിഫ്റ്റി ഇന്ന് ക്ലോസ് ആയിട്ടുള്ളത്. കഴിഞ്ഞ ആഴ്ച ഈ ഒരു ലെവൽസിൽ മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ട് റിവേഴ്സ് ആയിട്ട് വീണ്ടും അതേ ലെവലിൽ തന്നെ മാർക്കറ്റ് റിവേഴ്സ് ആയിട്ട് വന്നിട്ട് ക്ലോസ് ആയിട്ടുണ്ട്. സോ ഇന്നത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസ് എന്ന് പറയുന്നത് അദാനിക്കെതിരെ US-ലെ ഒരു കോർട്ടിൽ കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്. അതായത് ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട പ്രൊജക്റ്റായ സോളാർ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് US-ലെ ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനൊക്കെ മണി റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ഒഫീഷ്യലിനൊക്കെ $250 million ബ്രൈബറി, അതായത് കൈക്കൂലി കൊടുത്തു എന്നുള്ള ഒരു കേസ് US-ൽ ചാർജ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല അദാനി സ്റ്റോക്സുകളും ഇന്ന് ലോവർ സെക്ടർ അടിച്ചിട്ട് ക്ലോസ് ആയത്. സോ അത് ഓൾറെഡി നമ്മുടെ മാർക്കറ്റ് നെഗറ്റീവിലാണ് പോയിക്കൊണ്ടിരുന്നത്. സോ അതിന്റെ ഒരു ഇതും കൂടി ആയാൽ ഒരു കൂടുതൽ സെല്ലിംഗ് പ്രഷറിലേക്ക് മാർക്കറ്റ് പോകാനുള്ള ഒരു പോസിബിലിറ്റി നമുക്ക് അവിടെ കാണാനുണ്ട്. കാരണം മാർക്കറ്റിൽ ഓൾറെഡി ഉള്ള ഒരുപാട് ന്യൂസുകളുണ്ട്. അതായത് FIAയുടെ സെല്ലിംഗ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ വീക്കിലൊക്കെ വന്നിരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോർപ്പറേറ്റ് റിസൾട്ടുകളൊക്കെ പലതും മാർക്കറ്റിനെ ബാഡ് ആയിട്ടാണ് എഫക്ട് ചെയ്തത്. സോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി മാർക്കറ്റിലുണ്ട്. അതിന്റെ കൂടാതെ ഇതും കൂടി ആവുമ്പോൾ മാർക്കറ്റ് കുറെ കൂടി സെല്ലിംഗ് പ്രഷറിലേക്ക് പോകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. സോ ഇതാണ് ഇന്നത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇന്നും സെല്ലിംഗ് നോക്കുകയാണെങ്കിൽ FIAയുടെ സെല്ലിംഗ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 5,000 crore-ന്റെയാണ് അവർ സെല് ചെയ്തിട്ടുള്ളത്. DIA 4,000 സംതിങ് വാങ്ങിയിട്ടുണ്ട്. സോ ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ വീക്കിൽ നാളെയാണ് ലാസ്റ്റ് ട്രേഡിംഗ് സെക്ഷൻ ഫ്രൈഡേ വരുന്നത്. നാളത്തെ മാർക്കറ്റിൽ എന്താണെന്ന് നമുക്ക് ഓൾമോസ്റ്റ് സൈഡ് വൈസ് ആയി പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം നമ്മുടെ സാറ്റർഡേ ഇലക്ഷന്റെ റിസൾട്ട് കൂടി വരാനുണ്ട്. സോ അതും കഴിഞ്ഞിട്ടായിരിക്കും മൺഡേ ആയിരിക്കും മാർക്കറ്റ് ഒരു ഡയറക്ഷൻ എടുത്ത് മൂവ്മെന്റ് തുടങ്ങാനുള്ള ഒരു പോസിബിൾ. അതായത് നെക്സ്റ്റ് വീക്കിലായിരിക്കും മാർക്കറ്റിന്റെ നെക്സ്റ്റ് ഫേസ്. അതായത് ഇനിയും സെല്ലിംഗ് സൈഡിലേക്കാണോ പോകുന്നത്, അതല്ല മാർക്കറ്റ് ഇനി റിക്കവറി ആവാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് നോക്കിയാൽ സാറ്റർഡേ ഇലക്ഷന്റെ റിസൾട്ടും കൂടി മാർക്കറ്റിനെ എഫക്ട് ചെയ്യും. സോ ഇതൊക്കെ മാർക്കറ്റിനെ എഫക്ട് ചെയ്യണമെങ്കിൽ ഇനി അടുത്ത വീക്കിലായിരിക്കും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിന്റെ റിയാക്ഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. സോ നാളെ ഒരു ദിവസം കൂടി ഉണ്ട്, ഫ്രൈഡേ ആണ്. സോ നാളത്തെ മാർക്കറ്റിൽ ഇന്നത്തെ പോലെ ചിലപ്പോൾ സൈഡ് വൈസ് മാർക്കറ്റ് ആവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. പോസിബിലിറ്റി മാത്രമാണ്, അല്ലെങ്കിൽ ഒരു നല്ലൊരു റിക്കവറിയോ അല്ലെങ്കിൽ സാധാരണ ഫ്രൈഡേ ഉണ്ടാക്കിയ ഒരു നല്ലൊരു ബൈയിങ് മൂവ്മെന്റ് ഒക്കെ കാണാറുണ്ട്. കാരണം സെല്ലിംഗ് സൈഡ് പോവാണെങ്കിലും ഫ്രൈഡേയിൽ പല ദിവസങ്ങളും നല്ലൊരു ബൈയിങ് മൂവ്മെന്റിലേക്ക് മാർക്കറ്റ് ഡയറക്ഷൻ കാണിക്കാറുണ്ട്. പക്ഷെ നെക്സ്റ്റ് ഡേ തന്നെ അത് റിവേഴ്സ് ആവാറുണ്ട്. എനിവേ നമുക്ക് നോക്കാം ചാർട്ടിൽ കൂടി നാളത്തെ മാർക്കറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ട്രേഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി എന്നൊക്കെ നോക്കാം. സോ വെൽക്കം ടു മാർക്കറ്റ്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടാണ്. സോ നമ്മൾ കുറെ പ്രാവശ്യം ഡിസ്കസ് ചെയ്ത ഒരു ലെവൽസ് ആണ് ഈ ഒരു 23,350 എന്നുള്ളത്. ഇവിടെ നിന്നാണ് കഴിഞ്ഞ ജൂലൈയിൽ മാർക്കറ്റ് ഒന്ന് റിവേഴ്സ് ആയിട്ട് നല്ലൊരു അപ്പ് മൂവ്മെന്റ് നമുക്ക് കാണാൻ പറ്റിയത്. സോ അതിനുശേഷം കഴിഞ്ഞ തിങ്കളാഴ്ച മാർക്കറ്റ് നല്ല ഷാർപ്പ് സെല്ലിങ്ങിൽ വന്നിട്ട് ഈ ഒരു ലെവലിൽ ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് റിവേഴ്സ് ആയിട്ട് 23,800 വരെ മാർക്കറ്റ് റിവേഴ്സ് ആയി. പിന്നെ അവിടുന്ന് വീണ്ടും ഒരു സെല്ലിങ്ങിലേക്ക് തന്നെ മാർക്കറ്റ് വന്നിട്ടുണ്ട് ഇതേ ഒരു ലെവലിലേക്ക്. സോ ഇനി ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഓൾമോസ്റ്റ് ഒരു 23,200 വരെയുള്ള ഒരു ലെവലിൽ വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഇതാണ് അടുത്ത ഒരു സപ്പോർട്ടായിട്ട് നമുക്ക് ഒരു പോസിബിൾ ആയിട്ടുള്ള ഈ ലെവൽസ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ. ഇനി നാളെ ഒരു ട്രേഡിംഗ് സെക്ഷനും കൂടി നമുക്കുള്ളൂ പറഞ്ഞതുപോലെ ഫ്രൈഡേ. പിന്നെ മൺഡേ ആയിരിക്കും. മൺഡേയിലേക്ക് ചിലപ്പം മറ്റന്നാൾ ഉണ്ടാവുന്ന ഇലക്ഷൻ റിസൾട്ടും ഒക്കെ എഫക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടിൽ നമുക്ക് നോക്കാനുള്ളത്. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി എപ്പോഴും നിഫ്റ്റിയെക്കാളും ഒരു സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട്. ഇന്നത്തെ മാർക്കറ്റ് നോക്കുകയാണെങ്കിലും
ഫസ്റ്റ് നല്ലൊരു സെല്ലിങ്ങിലെ മാർക്കറ്റ് വന്നെങ്കിലും ഓൾമോസ്റ്റ് അതൊക്കെ റിവേഴ്സ് ആക്കാൻ വേണ്ടിയിട്ട് ബാങ്ക് നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയും ഇതുപോലെ തന്നെയാണ്. ഈ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ഒരു ലെവൽസ് ബ്രേക്ക് ചെയ്തിട്ട് ഒന്ന് റിവേഴ്സിന് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇന്ന് കംപ്ലീറ്റ്ലി ആ ഒരു ലെവലിലേക്ക് വന്നെങ്കിലും സെക്കൻഡ് ഹാഫിൽ നല്ലൊരു റിക്കവറി തന്നിട്ടാണ് മാർക്കറ്റ് ക്ലോസ് ആയിട്ടുള്ളത്. സോ ഇനിയിപ്പം വീണ്ടും ഈ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് ഈ ഒരു ലെവലിലേക്ക് തന്നെ ഈ ഒരു വീക്കൊക്കെ കംപ്ലീറ്റ്ലി ഫില്ലായിട്ട് ഒരു ക്യാൻഡിൽ വരികയാണെങ്കിൽ നമുക്ക് ബാങ്ക് നിഫ്റ്റിയും വീക്ക് ആയിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. സോ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി ഒരു ബെയറിഷ് മാർക്കറ്റ് തന്നെയാണ് ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നത്. റിക്കവറി ഉള്ള ഒരു പോസിബിലിറ്റി നമുക്ക് ഇപ്പോഴും കാണുന്നില്ല. സോ നമുക്ക് എന്തായാലും നെക്സ്റ്റ് ട്രേഡിംഗിലേക്ക് നാളത്തേക്ക് ഒരു സെല്ലിംഗ് സൈഡ് ഓപ്പർച്യൂണിറ്റീസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. മാർക്കറ്റ് ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് നോക്കുകയാണെങ്കിൽ നല്ലൊരു സെല്ലിംഗ് ആണ് ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടിയത് മോർണിംഗിൽ. പിന്നെ ബാങ്ക് നിഫ്റ്റി നന്നായിട്ടൊന്ന് റിക്കവറി ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ ഡേ ഹൈയുടെ താഴെ തന്നെയാണ് മാർക്കറ്റ് ക്ലോസ് ആയിട്ടുള്ളത്. എനിവേ നാളത്തെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇന്ത്യസ് മാർക്കറ്റ് ഒരു ഇന്നത്തെ ഈ ഒരു ലെവലിൽ തന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇവിടുന്ന് ഒരു വീക്ക്നെസ് നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് സെല്ലിംഗ് സൈഡ് ഓപ്പർച്യൂണിറ്റീസ് നോക്കാൻ പറ്റും. കാരണം മാർക്കറ്റ് ഒരു വീക്ക്നെസ് തന്നെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് സെല്ലിംഗ് സൈഡ് തന്നെ ആയിരിക്കും. കാരണം ഇവിടെ ഓൾറെഡി ഒരു പാറ്റേൺ ക്രിയേറ്റ് ആണ്. അതായത് ഇതൊരു ഹയർ ഹൈ ലോവർ ഹൈ ഹയർ ലോ എന്നുള്ള പാറ്റേൺ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. മാർക്കറ്റ് ഇവിടെ നിന്ന് താഴേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ലെവലൊക്കെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് റിവേഴ്സ് ആയിട്ട് ഒരു വീക്ക്നെസ് കാണിച്ചിട്ട് ഇവിടുന്ന് റിവേഴ്സ് ആകുകയാണെങ്കിൽ നമുക്ക് സെല്ലിംഗ് സൈഡ് ഓപ്പർച്യൂണിറ്റീസ് ബാങ്ക് നിഫ്റ്റിയിൽ നോക്കാൻ പറ്റും. ഇനി നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് കംപ്ലീറ്റ്ലി ഒരു സൈഡ് വൈസ് മാർക്കറ്റ് ആയിരുന്നു. ഈ ഒരു ലെവലാണ് ഞാൻ പറഞ്ഞത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലാണ് 23,350 എന്ന് പറയുന്നത്. സോ നാളെ മാർക്കറ്റ് ഇന്നത്തെ ലോ ക്രോസ് ചെയ്യുകയാണെങ്കിൽ അതായത് ഇന്നത്തെ ഈ ഒരു ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ഗ്യാപ് ഡൗണിലൊക്കെ ഓപ്പൺ ചെയ്ത് നല്ലൊരു ഇത് തന്നെ ഇവിടെ നിന്ന് വീക്ക്നെസ് കാണിക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും സെല്ലിംഗ് സൈഡ് നോക്കാൻ പറ്റും. സോ നാളത്തെ മാർക്കറ്റിൽ ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റീസ് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. എനിവേ മൺഡേ മാർക്കറ്റിന്റെ ഒരു ഡയറക്ഷൻ ചില ഇപ്പൊ മാർക്കറ്റിൽ ഓൾവേസ് സർവേ ഒക്കെ പറയുന്നത് എക്സിറ്റ് പോളൊക്കെ പറയുന്നത് ഗവൺമെന്റിന് മെജോറിറ്റി ഉണ്ടാവാൻ അതായത് നിലവിലുള്ള ഗവൺമെന്റിന് അവിടെയൊക്കെ ഭരണത്തിൽ വരും എന്നുള്ള മഹാരാഷ്ട്രയിൽ വരുമെന്നുള്ളതാണ് പറയുന്നത്. സോ അത് പ്രകാരമാണ് മാർക്കറ്റിന്റെ ഒരു പോസിറ്റിവിറ്റി അതിൽ നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ ഒരു റിക്കവറി ചെറിയൊരു റിക്കവറി നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഇനിവേ നമുക്ക് നോക്കാം നാളെ സാറ്റർഡേ റിസൾട്ട് ഒക്കെ എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് വീക്ക്ലി അനാലിസിസ് വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാം. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ്.